അശ്ലീല സന്ദേശ വിവാദത്തിൽ ഇപ്പോൾ നിലപാട് ഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. പരാതികൾ അന്വേഷിക്കാൻ KPCCക്ക് നിർദ്ദേശവും നൽകി. ഹൈക്കമാൻഡ് ലഭിച്ച ചില പരാതികൾ KPCC കൈമാറിയതായും സൂചനയുണ്ട്. വസ്തുതയുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ വാക്കാൽ നിർദ്ദേശം നൽകി. സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. സലിം, ഏതു തരത്തിലുള്ള അന്വേഷണമാണ് ഹൈക്കമാൻഡ് KPCCയോട് പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ഈ വരുന്ന വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളെ തള്ളിക്കളയാതെ ഗൗരവത്തിൽ തന്നെ AICC എടുക്കുന്നോ സലിം? ഹാഷ്മി, സ്മിത, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇന്നലെ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരും ആ നിലയിലുള്ളവരും ചിന്തിച്ചിരുന്നത് ഗൗരവത്തിലുള്ള ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഗൗരവത്തിൽ ആ വിഷയത്തെ സമീപിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊരു ശാസന സ്വഭാവത്തിലാണ് ഹൈക്കമാൻഡിൽ നിന്നും ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തോട് ഇക്കാര്യം പറഞ്ഞത്. വളരെ ഗൗരവമുള്ള പരാതിയാണ്, ലാഘവത്തോടുകൂടി കാണരുത്. ആ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാവണം എന്ന് മാത്രമല്ല, അത് വേഗത്തിൽ ഉണ്ടാവുകയും വേണം. മാത്രമല്ല, ഏതെങ്കിലും നിലയിൽ ഈ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ അതിൽ നടപടി ഉറപ്പാക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യങ്ങൾ ഇനി ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആരോപണത്തിൽ എന്തിനു മറുപടി പറയണമെന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം ഉൾപ്പെടെ സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറാവുകയോ ഫോൺ എടുക്കുകയോ പോലും ചെയ്തിട്ടുമില്ല. ഈ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡിൽ നിന്നും ഇത്തരമൊരു നിലപാട് കൂടി കടുപ്പിക്കുന്നത്. ഈ നിലപാട് കടുപ്പിക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്.